ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏജസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വൈത്തിരി വില്ലേജിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛനോടും അമ്മോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ ആദ്യം തന്നെ വയനാടുള്ളൊരു സ്പോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇതേവരെ വയനാട് കണ്ടിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പോണ വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് പോയത്. 1980s എന്നൊരു റെസ്റ്റോറൻറ്റിലാണ് കയറി കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, ഒരു വിൻറ്റേജ് വൈബായിരുന്നു. സൗരവ് ചട്ടിച്ചോറാണ് പറഞ്ഞത്, ഞാൻ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് കുറേ കാലമായി മട്ടൻ ബിരിയാണി കഴിക്കാൻ ഒരു പൂതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ചട്ടിച്ചോറ് കിടിലനായിരുന്നു കേട്ടോ. കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ചെമ്മീൻ, കൂന്തൽ, ബീഫ്, ചിക്കൻ, അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഞങ്ങൾ വൈത്തിരി വില്ലേജിലോട്ട് എത്തി കേട്ടോ. ഒരു 1:30 ഒക്കെ ആകുമ്പോൾ നമ്മളെത്തി. 2 PM ചെക്ക് ഇൻ ടൈം. അപ്പോൾ സൗരവ് അവിടെ എന്നെ ഡ്രോപ്പ് ചെയ്തു. അതുപോലെ ലഗേജൊക്കെ സെക്യൂരിറ്റി എടുത്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ സൗരവ് കാർ പാർക്ക് ചെയ്ത് വന്നു. അപ്പോൾ നമ്മളവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാണ്ട്, അപ്പോൾ അത് ഫില്ല് ചെയ്യാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ, എന്ന് വെച്ചാൽ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്. പിന്നെ മഴയുണ്ടായിരുന്നു. നമ്മുടെ റൂമിലോട്ട് പോവാണ്. ഈ കുട്ടിയുടെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടു. ഈ കുട്ടിയാണ് ഫുൾ നമ്മളെ അസിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മളൊരു സ്വീറ്റ് റൂമാണ് എടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് എണീറ്റ് കോഫിയൊക്കെ കുടിച്ചിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. വയനാട്ടിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിസോർട്ട്സിലൊന്നാണ് ഈ വൈത്തിരി വില്ലേജ് കേട്ടോ. അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈനും പിന്നെ അതുപോലെ തന്നെ സ്വിമ്മിങ് പൂളും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നെ കാണുമ്പോൾ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ കേട്ടോ. പിന്നെ അവിടെ ഒരു വാട്ടർഫോൾ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കോട്ടേജസും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ അകത്തോട്ട് കയറിനോട് തന്നെ ഇങ്ങനെ കേവ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രിമിറ്റീവ് ആൾക്കാരെ ചിത്രങ്ങളും അങ്ങനെയൊക്കെ വരച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തി. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഈ ഷിപ്സ് നിൽക്കുകയാണ്. പക്ഷേ സ്റ്റേബിളാണ് കേട്ടോ, അങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അങ്ങനെ കുറേ കടകളുണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്. മഴയ കാരണം കൊണ്ട് അങ്ങനെ അധികം തിരക്കൊന്നുമില്ല. പിന്നെ നമ്മൾ 16D കയറി കേട്ടോ. അപ്പോഴാണ് ചെറിയൊരു പണി കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ കഫേ ഡി കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പിസ്സയും ഞാൻ വാട്ടർമെലൺ ജ്യൂസും സൗരവ് കോഫിയാണ് കുടിച്ചത്. പിസ്സ നല്ലതായിരുന്നു. ടിപ്പിക്കൽ പിസ്സ അല്ല, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായി, കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു ഹണി കേക്ക് കഴിച്ചു. അത് അടിപൊളിയായിരുന്നു. ഹണി കേക്ക് എവിടെ നിന്ന് കഴിച്ചാലും അടിപൊളിയാണല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ തിരിച്ചെത്തി കേട്ടോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ പണി കീ ചെറുതായിട്ടൊന്ന് മിസ്സായി. ഞാൻ പറഞ്ഞു ലിക്വിഡേറ്റഡ് ഡാമേജ് ഫീ ഒക്കെ കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ അവർ നമുക്ക് പുതിയൊരു കീ തന്നിരിക്കുകയാണ്. ഇപ്പം സംഭവം 16D പോയതായിരിക്കണം അല്ലേ. പിന്നെ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായിട്ട് ഡിന്നർ കഴിക്കാൻ താഴോട്ട് ഇറങ്ങി. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ താഴെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു. കുറേ പേര് അത് കേൾക്കാനിരിക്കുന്നുണ്ട്, കുറേ പേര് ഡിന്നർ കഴിക്കാനിരിക്കുന്നുണ്ട്. പിന്നെ അവർ ആദ്യം തന്നെ നമുക്ക് സാലഡ് കൊണ്ടുവന്നു. ക്യൂക്കമ്പർ, ടൊമാറ്റോ, പിന്നെ ക്യാരറ്റൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു സാലഡ്, പാസ്തയും നമ്മുടെ മോട്ടഡെല്ലൊക്കെ കൂടി മിക്സായിട്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഗ്രിൽഡ് ചിക്കനും ചോമീനായിരുന്നു. ഗ്രിൽഡ് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഫ്രൈസ് പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ക്രിസ്പി ഫ്രൈസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ സോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗ്രിൽ ചിക്കൻ്റെ മുകളിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് ഉറങ്ങി. അത് പിറ്റേ ദിവസം രാവിലെ ഒരുങ്ങിക്കെട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടടുത്ത് തന്നെ മഴയായ കാരണം കൊണ്ട് നമ്മൾ ക്യാബിലാണ് പോയത് കേട്ടോ. അത് കിടിലൻ ആംബിയൻസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ ഏരിയയിൽ അന്ന് ബുഫേ ആയിരുന്നു കേട്ടോ. എല്ലാത്തരം ഫുഡും ഉണ്ടായിരുന്നു. കോണ്ടിനെൻ്റൽ ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിച്ചില്ല. നമ്മൾ കൂടുതലും വെസ്റ്റേൺ ഫുഡാണ് എടുത്തിട്ടുണ്ടായത്. സോസേജും പിന്നെ അതുപോലെ തന്നെ മഫിൻസ്, പിന്നെ കോൺഫ്ലേക്സ്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല.
പക്ഷെ നല്ല ഫുഡായിരുന്നു. പിന്നെ ഞാൻ സോസേജ് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോസേജ് കേട്ടോ. പക്ഷെ നമ്മൾ ഗൾഫിലെ സോസേജിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും ഞാനത് കുറേ കഴിച്ചു. ഇത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലത്തെ ഫുൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട് പോയി. അതും നല്ല രസമുണ്ടായിരുന്നു. എന്തൊരു രസമായിരുന്നു എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ നേച്ചർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ്. മനസ്സൊക്കെ ആകെ ഇങ്ങനെ കൂളായി പീസ്ഫുള്ളായിട്ട് അങ്ങനെ. പിന്നെ അവിടെ ഇൻഫിനിറ്റി പൂളിലൊന്നും നമ്മൾ ഇറങ്ങിയില്ല കേട്ടോ. ഭയങ്കര തണുപ്പായ കാരണം നമ്മൾ ഇൻഫിനിറ്റി പൂളിലൊന്നും ഇറങ്ങിയില്ല. പിന്നെ എന്നെ ചെറുതായിട്ട് നട്ട കടിച്ചു. പക്ഷെ അത് വീർക്കുന്നതിന് മുന്നേ തന്നെ സൗരവ് കാലിൽ നിന്ന് തട്ടിക്കളഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളത് ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ തിരിച്ചു പോണ വഴി നമ്മൾ എന്നോട് ചോദിച്ചു സൗരവ് എവിടെയെങ്കിലും കാണണമെന്നുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാബാന സുരസാഗർ ഡാം അതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പോൾ ആ ഏരിയയിലോട്ട് പോയി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പനമരത്ത് വടക്കിനി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. നമ്മൾ വൈത്തിരി വില്ലേജിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റീസും ചെയ്തില്ല, കാരണം നല്ല മഴയായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ കാം ഒരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വയനാട് നല്ല ഇഷ്ടമായി. ഇനിയും കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഫിഷ് ഫ്രൈയും കഴിക്കണം.